വെൽക്കം ടു മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് ഞാനിവിടെ മൊഡ്യൂൾ 1 and 2 MA202 മെക്കട്രോണിക്സിൻ്റെയും MA204 ECEയുടെയും ക്ലാസ്സുകളാണ് ഇന്ന് മൊഡ്യൂൾ 1 and 2 ആയി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും മൊഡ്യൂൾ 2 കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഓരോ കാര്യങ്ങളും ഞാൻ ഏറ്റവും സിമ്പിളായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഈസ് എനി ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് എ ന്യൂമറിക്കൽ വാല്യൂ ടു ഈച്ച് പോസിബിൾ ഔട്ട്കംസ്. ഓരോ പോസിബിൾ ഔട്ട്കംസിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറായി ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഉദാഹരണമായി പ്രോബിലിറ്റി ഓഫ് ടോസിങ് എ ഹെഡ്. ഒരു കോയിൻ ടോസ് ചെയ്തിട്ട് നമ്മൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് പ്രോബിലിറ്റി 1/2 ആണ്. അതുപോലെ ടെയിൽ കിട്ടാനുള്ള ചാൻസും. അപ്പൊ x = h എന്ന് പറഞ്ഞാൽ ആ എക്സിനെ നമുക്ക് എന്ത് പറയാം, റാൻഡം വേരിയബിൾ എന്ന് പറയാം. അത് 1/2 ആയതുകൊണ്ട്. അതുപോലെ x = ടെയിൽ, x = t, p of x = t, അതും 1/2 ആണ് കിട്ടുക. അപ്പൊ അതും ഒരു റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്കം ആയി വരുന്ന വാല്യൂ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണെങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്, ആ ഫംഗ്ഷനിലെ എക്സിന് പറയുന്ന പേരാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റും രണ്ട് കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ വെച്ച് 0, 1, 2, 3, 4 എക്സെട്ര അങ്ങനെ നമ്പറായി എഴുതുന്നതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും, ഒരു ഇന്റർവെലിനകത്ത് വിത്തിൻ ആൻ ഇന്റർവെലിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും പറയും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ PMF അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ്. എ ഫംഗ്ഷൻ f(x) ആദ്യം നമ്മൾ പറഞ്ഞത് ഡിസ്ക്രീറ്റിന്റെ കേസാണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും രണ്ടിന്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ f(x) is a discrete random variable is said to be a PMF probability mass function ആവണമെങ്കിൽ അത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് എല്ലാ പ്രോബിലിറ്റിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. f(x) എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രോബിലിറ്റി ആണ്. അതിനെ f(x) എന്നോ p(x) എന്നോ നമുക്ക് എഴുതാം സൗകര്യം പോലെ. ചിലപ്പോൾ y എന്നും എഴുതാറുണ്ട്. ഒക്കെ ഒന്ന് തന്നെയാണ്. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ x = സിഗ്മ x = -∞ f(x) = 1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം, 1 ആയിരിക്കണം. അത് കണ്ടിന്യൂസ് ആണെങ്കിലും അതിന്റെ PMFന്റെ കണ്ടീഷൻ എന്താണ്, f(x) = ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇന്റഗ്രൽ -∞ f(x) dx = 1 ആയിരിക്കണം. ഇനി മീനും വേരിയൻസും കാണാനുള്ള ഫോർമുല അത് ഏത് റാൻഡം വേരിയബിൾ ആണെങ്കിലും ശരി, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സിഗ്മ വരും, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ വരും, അത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ മീൻ കാണാനുള്ള ഫോർമുല E(x) = സിഗ്മ x f(x) എന്നാണ്, അല്ലെങ്കിൽ സിഗ്മ xi pi. നമുക്കറിയാം മീൻ ഈക്വൽ ടു ടോട്ടൽ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ സം ഓഫ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ സിഗ്മ xi x f(x) ഡിവൈഡ് ബൈ സിഗ്മ f(x) എന്നുണ്ടാവും. സിഗ്മ f(x) 1 ആയതുകൊണ്ട് അവിടെ ഡിവൈഡ് ബൈ 1 എന്ന് വരും. അപ്പോൾ സിഗ്മ x f(x) മാത്രം ആയിരിക്കും. വേരിയൻസ് കാണാനുള്ള ഫോർമുല σ² = EF(x²- EF(x²). വേരിയൻസിന് ഇതാണ് ഫോർമുല. അതുപോലെ EF(x² കാണാനുള്ള ഫോർമുല സിഗ്മ x² f(x). ഇത് തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ സിഗ്മ എന്നുള്ളത് ഇന്റഗ്രൽ എന്ന് നമ്മൾ എഴുതണം. ഇവിടെ അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇന്റഗ്രൽ x f(x) എന്ന് എഴുതണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ റൂട്ട് ഓഫ് വേരിയൻസ് കണ്ടാൽ മതി. ഇനി എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തത് ഇപ്പോൾ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് സാധാരണ ഒന്നാമതായി പറയുള്ളത്. രണ്ടാമത്തത് വരുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റൈറ്റ്സ് ഓഫ് റിപ്പീറ്റേറ്റീവ് നേച്ചർ. റിപ്പീറ്റേറ്റീവ് ആയി വരുന്ന സ്വഭാവമുള്ള ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കുക. ഇൻ വിച്ച് ദ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ്, അതിന്റെ സ്വഭാവം എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് ഒന്നിരിക്കൽ സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കില്ല. സക്സസ് ഓർ ഫെയിലർ, ഒന്നിരിക്കൽ അത് വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും. അക്സെപ്റ്റൻസ് ഓർ റിജക്റ്റൻസ്, ഒന്നിരിക്കൽ നമ്മൾ സ്വീകരിക്കും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും, നിരസിക്കും. യെസ് ഓർ നോ, ഒന്നിരിക്കൽ യെസ് അല്ലെങ്കിൽ നോ. ഓഫ് എ പർട്ടിക്കുലർ ഇവന്റ് ഈസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നിടത്തൊക്കെ നമ്മൾ അധികം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉപയോഗിക്കല്. അപ്പൊ രണ്ട് ഇതുമായി ബന്ധപ്പെടുന്നത് ഇത്തരം ഔട്ട്കമായി ബന്ധപ്പെടുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കും. നമുക്ക് ഇനി ഡെഫിനേഷൻ ഇവിടെ പറയുന്നത് ലെറ്റ് p be the probability of success ആണ്, q probability of failure ആണെങ്കിൽ നമുക്കറിയാം p + q = 1 ആയിരിക്കും. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എപ്പോഴും p + q = 1 ആയിരിക്കും. ഇനി അതിന്റെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് f(x) = NCx p(x) q(n-x) എന്നായിരിക്കും. x = 0 to n. ഇതിനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ b(x(p) എന്നോ അല്ലെങ്കിൽ f(x(p) എന്നോ എഴുതും, അല്ലെങ്കിൽ സിംപ്ലി f(x) എന്നും എഴുതിയാൽ മതി. ആൾസോ വി സി ദാറ്റ് p + q = 1 ആയതുകൊണ്ട് q = 1 - p.
ഇനി മീനും വേരിയൻസും കാണാനുള്ള ഫോർമുല എന്താണെന്നുള്ളതാണ്. മീൻ ഓഫ് ബി ഡി ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു എൻ പി എന്ന് നമ്മൾ കാണും. ഇവിടെ ക്വസ്റ്റനിൽ കാണാനുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാണ്ട്. മീൻ എൻ പി ആയിരിക്കും, വേരിയൻസ് എൻ പി ക്യു ആയിരിക്കും. അത് ഇങ്ങനെയാണ് കാണുക. മീൻ ഇ ഓഫ് എക്സ് കണ്ട് അതിൽ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണുന്നതാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അടുത്തത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒന്നാമത് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഇതെന്താണെന്നുള്ളതാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പി വളരെ ചെറുതും എൻ വളരെ വലുതുമാണെങ്കിൽ, പി ടെൻസ് ടു 0 എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ, എൻ പി ഫൈനൈറ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഗീവ്സ് റൈസ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറുന്നർത്ഥം. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് PMF പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ഈസ് f of x equal to e raised to minus lambda raised to x divided by x factorial x equal to 0 1 2 3 etc. ലാംഡ ഗ്രേറ്റർ ദാൻ 0 അല്ലാത്തടത്തൊക്കെ 0 elsewhere. അതിന്റെ മീൻ ലാംഡയാണ്, വേരിയൻസ് ലാംഡയാണ്, സ്റ്റാൻഡേർഡ് ഡിവിഷൻ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ലാംഡയാണ്. അടുത്തത് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. f of x is of a continuous random variable x is said to be a PDF probability density function അല്ലെങ്കിൽ probability mass function if it satisfies. നേരത്തെ നമ്മൾ പറഞ്ഞ് f of x greater than or equal to 0 ആയിരിക്കണം, ഇന്റഗ്രൽ f of x dx 1 ആയിരിക്കണം എന്ന്. ഇനി എന്താണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അഥവാ CDF എന്ന് പറഞ്ഞാൽ? അതിനെ നമ്മൾ ക്യാപിറ്റൽ F of x എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ P of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ x വരെയുള്ള സമ്മിനെയാണ് നമ്മൾ CDF അഥവാ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതായത് നമ്മൾ 5 ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് 0 മുതൽ 5 വരെ ഉണ്ട്. അപ്പൊ 4 ആണ് നമ്മൾ കാണുന്നതിന് 0 മുതൽ 4 വരെ ഉള്ളതിനാണ് നമ്മൾ എന്ത് പറയാ, 4 ആണ് നമുക്ക് കാണുന്നത് എങ്കിൽ 0 മുതൽ 4 വരെ ഉള്ളത് 0 1 2 3 4 വരെ ആഡപ്പ് ചെയ്യുന്നതിനാണ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ക്യുമുലേറ്റീവ് പറഞ്ഞാൽ ആഡപ്പ് ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കണ്ടിന്യൂസ് കേസിലാണ് പി ഓഫ് എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വരെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ എക്സ് വരെ എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തതിനാണ് നമ്മൾ എന്ത് പറയല്ലേ, കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി ഈ നോട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അത് പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ആണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ബി മുതൽ ഉള്ളതിൽ നിന്ന് എ വരെ ഉള്ളത് കിഴിച്ചാൽ മതി എന്നർത്ഥം. ഇനി സ്മോൾ എഫ് ഓഫ് എക്സ് എന്നാൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണാൻ, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാൽ സ്മോൾ എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സ്മോൾ എഫ് ഓഫ് എക്സ് കിട്ടും. സ്മോൾ എഫ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടും. ഇനി മീൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. വേരിയൻസ് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ, നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ്. പക്ഷേ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ കേസ് ആകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരിക. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, നാലാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൽഫ ബീറ്റ എന്നുള്ള ഇന്റർവെലിനകത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ആൽഫ ലെസ് ദാൻ ബീറ്റ. അതിന്റെ PDF ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താണ്, അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബീറ്റ മൈനസ് ആൽഫ. അപ്പൊ നമുക്ക് എ ലെസ് ദാൻ എക്സ് ആൽഫ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടി 1 ബൈ ബീറ്റ മൈനസ് ആൽഫ എന്ന് മാത്രം എഴുതിയാൽ മതി. ചില സമയത്ത് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. എ ആണെങ്കിലും ആൽഫ ആണെങ്കിലും ഒക്കെ സെയിം മെത്തേഡാണ്, ഈക്വൽ ടു 0 അതർവൈസ്. അതിന്റെ മീൻ എന്താണ്, മീൻ ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ബൈ 2, വേരിയൻസ് ഈക്വൽ ടു ബീറ്റ മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ബൈ 12, സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസ്. അടുത്ത എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. എക്സ്പോണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണമെങ്കിൽ അതിന്റെ PDF ഇങ്ങനെ ആയിരിക്കണം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ ബീറ്റ ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ ബീറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 അത് ഈക്വൽ ടു 0 അതർവൈസ്. മീൻ എന്ന് പറഞ്ഞാൽ ബീറ്റ ആയിരിക്കും, വേരിയൻസ് എന്ന് പറഞ്ഞാൽ ബീറ്റ സ്ക്വയർ ആയിരിക്കും, സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബി വേരിയൻസ് ആയിരിക്കും. അടുത്ത നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ സിഗ്മ റൂട്ട് 2 ബൈ ഇ റൈസ് ടു മൈനസ് 1 ബൈ 2 എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഹോൾ സ്ക്വയർ എന്ന് വരും. മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി സിഗ്മ ഗ്രേറ്റർ ദാൻ 0. നമ്മൾ പറയും എക്സ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന്. ഇനി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെഡിനെ നമ്മൾ എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സിഗ്മ വെച്ച് എഴുതുന്നതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാറ്. അതിനെ നമ്മൾ എന്ത് പറയും, സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് എന്നൊക്കെ പറയും. വിത്ത് മീൻ മ്യൂ ഈക്വൽ ടു 0 വേരിയൻസ് ഈക്വൽ ടു 1. അതിന്റെ PDF ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 ബൈ പൈ ഇ റൈസ് ടു മൈനസ് 1 ബൈ 2 സെഡ് സ്ക്വയർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ സെഡ് ലെസ് ദാൻ
ഇൻഫിനിറ്റി. നമ്മൾ ഈ ഫോർമുല ഒന്നും എവിടെയും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ദ ഗ്രാഫ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് നോർമൽ കർവ്. അതിന്റെ ഗ്രാഫിനെ നമ്മൾ നോർമൽ കർവ് എന്ന് പറയും. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഈ ഏരിയ, ഈ ഷെയ്ഡഡ് റീജിയ മൊത്തം എന്തായിരിക്കും? ടോട്ടൽ പ്രോബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പൊ പകുതി എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. പകുതി 0.5 ആയിരിക്കും. അപ്പൊ ഇത് 0.5, ഇത് 0.5. ഈ ഗ്രാഫ് മൊത്തം ഏരിയ 1 ആയിരിക്കും എന്നർത്ഥം. അപ്പൊ ഇത് എന്തായിരിക്കും? പിന്നെ ഇത് ബെൽ ഷേപ്ഡ് ആയിരിക്കും ഒന്നാമത്തതാണ്. രണ്ടാമത്തത് പറഞ്ഞത് കർവ് ഈസ് ബെൽ ഷേപ്ഡ് ആൻഡ് സിമെട്രിക്കൽ അബൌട്ട് മ്യൂ എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും ഈക്വൽ ആയിരിക്കും. ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ കർവ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മൈനസ് ഇൻഫിനിറ്റിയിലാണ് ഇത് ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും രണ്ട് സൈഡും എന്ത് ചെയ്യില്ല, ടച്ച് ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഈ കർവ് ഒരിക്കലും ഈ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യില്ല എന്നാണ് അതിന്റെ അർത്ഥം. ടോട്ടൽ ഏരിയ അണ്ടർ ദി കർവ് ഈസ് 1. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഹാഫ് ടോട്ടൽ 1. ഇനി പി പ്ലസ് ക്യൂ ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ NCX സിഗ്മ എക്സ് NCX പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ എക്സ് അത് എപ്പോഴും 1 ആയിരിക്കും. എന്താ കാരണം വെച്ചാൽ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആയതുകൊണ്ട് 1 റേസ് ടു എന്നല്ലേ വരിക. അപ്പോൾ ഈ വാല്യൂ എപ്പോഴും ഓർത്ത് വെക്കണം. നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈക്വൽ ടു 1. ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഡിറൈവ് ആദ്യം നമ്മൾ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനുമാണ് കാണുന്നത്. അപ്പൊ എന്തിനാണ് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എഞ്ചിനീയേഴ്സ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, എന്തൊരു സംഭവം, എന്തൊരു ഫേം, എന്തൊരു കമ്പനി, എന്തൊരു പ്രോഡക്റ്റ് തുടങ്ങുകയാണെങ്കിലും അതിന്റെ വിജയ സാധ്യതയെക്കുറിച്ചും പരാജയ സാധ്യതയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിന്റെ പരാജയവും വിജയവും ഒക്കെ വിലയിരുത്താൻ, നേരത്തെ മുൻകൂട്ടി വിലയിരുത്താനും പഠിക്കാനും കഴിയും. അതിനു വേണ്ടിയിട്ടാണ് എഞ്ചിനീയേഴ്സ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒക്കെ ഉപയോഗിക്കുന്നത്. ഞാനൊന്ന് ഷോർട്ടായി പറഞ്ഞുള്ളൂ, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലൊന്നും കടക്കുന്നില്ല. ഇനി ഞാൻ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. ഡിറൈവ് ദി ഫോർമുല ഓഫ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ആദ്യം PDF എഴുതി, PMF എഴുതി, PDF അല്ലെങ്കിൽ PMF എന്ന് പറയും. അപ്പൊ f of x equal to NCX p raised to x q raised to n minus x. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം E of x ആണ്, അത് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് സിഗ്മ എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്മ എക്സ് ഈക്വൽ ടു 0 to n x into f of x നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് NCX p raised to x q raised to n minus x. അപ്പൊ ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് താഴത്തെ ഒരു എക്സ് നമ്മൾ ഇത് NCX എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് x ഫാക്ടോറിയൽ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്ര x മൈനസ് 1 ഇൻറ്റു x എന്നാണ് അർത്ഥം. അപ്പൊ ഈ എക്സും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇവിടെ x മൈനസ് 1 ഫാക്ടോറിയൽ ആയി മാറി എന്നർത്ഥം. ഇനി നമുക്ക് ഇത് x മൈനസ് 1 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, n മൈനസ് 1 ഫാക്ടോറിയൽ ആക്കി എഴുതണം. അപ്പൊ n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. n ഫാക്ടോറിയലിന് നമുക്ക് n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതും. അപ്പൊ ഇവിടെ ഒക്കെ n മൈനസ് 1 x മൈനസ് 1, ഇവിടെ x മൈനസ് 1 ആയതുകൊണ്ട് എല്ലായിടത്തും എന്താക്കണം, x മൈനസ് 1 n മൈനസ് 1. അപ്പൊ ഇവിടെ ഞാൻ n മൈനസ് 1 എഴുതി, ഇവിടെ x മൈനസ് 1 എഴുതി. നമുക്കറിയാം n മൈനസ് 1 മൈനസ് 1ഉം ഈ മൈനസ് ഓഫ് മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഇത് ഫലത്തിൽ ഇത് n മൈനസ് x ഫാക്ടോറിയൽ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. ഇവിടെ x എന്നുള്ളതിനെ x മൈനസ് 1 ആക്കാൻ വേണ്ടി p ഇൻറ്റു, അപ്പൊ p റേസ് ടു 1ഉം ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇതിപ്പോ സെയിം ആണെന്ന് അർത്ഥം. ഇത് ഇങ്ങനെ എഴുതാൻ കാരണം ഇവിടെ x മൈനസ് 1 ഫാക്ടോറിയൽ ആയതുകൊണ്ടാണ്. ഇനി ഇതിനെയും അതുപോലെ തന്നെ എഴുതി, ഇതിനെ എഴുതാൻ പ്രത്യേകിച്ചൊന്നും ചെലവൊന്നുമില്ല. അതുപോലെ n മൈനസ് 1 മൈനസ് x മൈനസ് 1 ഈ മൈനസ് 1ഉം ഈ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്താൽ n മൈനസ് x എന്ന് കിട്ടും. അപ്പൊ ഇതെന്ത് കിട്ടി, ഇതിൽ നിന്ന് ഈ n-ഉം ഒരു p-യും ഉണ്ട്, അത് പുറത്തേക്ക് എടുത്ത് ബാക്കി x ഈക്വൽ ടു, അപ്പൊ 0 എന്നുള്ളത് 1 to n ആയി. n മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ x മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 മൈനസ് x മൈനസ് 1 ഫാക്ടോറിയൽ p റേസ് ടു x മൈനസ് 1 q റേസ് ടു n മൈനസ് 1 x റേസ് ടു n മൈനസ് 1 എന്ന്. അപ്പൊ ഇത് ശരിക്കും ഇത് ഫലത്തിൽ എന്തായി, പിന്നെ p പ്ലസ് q, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, n മൈനസ് 1 cx മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം, നമ്മൾ നേരത്തെ പിന്നെ കണ്ടിട്ടുണ്ട് ഇതെന്താണ്, NCX p റേസ് ടു x q റേസ് ടു n മൈനസ് x ഈക്വൽ ടു 1 ആണെന്ന്. അപ്പൊ ഇത് 1 ആണ്. ഇതിപ്പോ x മൈനസ് 1 ആണെങ്കിലും n മൈനസ് 1 ആണെങ്കിലും ഇത് 1 തന്നെ ആയിരിക്കും. അപ്പോ ഇത് മൊത്തം എന്തായി മാറി, ഈ സിഗ്മ ഇവിടുന്ന് മുതൽ ഇതുവരെ ഉള്ളത് 1 ആയി മാറി. ഇത് p പ്ലസ് ക്യൂ ഓൾ റേസ് ടു n മൈനസ് 1 എന്നുള്ള ഫോർമുല, ഇതേ ഫോർമുല തന്നെയാണ് ഇതും. നമ്മൾ മനസ്സിലാക്കണം, p പ്ലസ് ക്യൂ ഓൾ റേസ് ടു എന്നുള്ള ഇതേ ഫോർമുല തന്നെയാണ്. അപ്പൊ n മൈനസ് 1 ആകുമ്പോൾ ഇവിടെ n മൈനസ് 1 x മൈനസ് 1 n മൈനസ് 1 x മൈനസ് 1 എന്നാവും. അത് തന്നെയാണ് ഇപ്പൊ ഈ കാണുന്നത് n മൈനസ് 1 x മൈനസ് 1. അപ്പൊ ഇത് p പ്ലസ് ക്യൂ ഓൾ റേസ് ടു n മൈനസ് 1 ആയി ഇത്രയും. അപ്പൊ ഇനി p പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് p ആണ്. അപ്പൊ പിയും നമുക്കറിയാം p പ്ലസ് ക്യൂ ഓൾ റേസ് ടു n മൈനസ് 1 പറഞ്ഞാൽ 1 ആണ്. അത് ഡയറക്റ്റ് എഴുതാം നമുക്ക്, പക്ഷെ എന്നാലും ഞാൻ ഇവിടെ നിന്ന് സിംപ്ലിഫൈ എഴുതിയിട്ടുണ്ട്. p പ്ലസ് 1 മൈനസ് p, അപ്പൊ പിയും ക്യാൻസൽ ചെയ്ത് അപ്പൊ അത് 1 എന്ന് കിട്ടി, ഈക്വൽ ടു np. അപ്പൊ മീൻ e ഓഫ് x ഈക്വൽ ടു np എന്ന് കിട്ടി. ഇനി വേരിയൻസ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം e ഓഫ് x സ്ക്വയർ കാണണം. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, ഇവിടെ മാത്രമല്ല. അപ്പൊ ഈ സിഗ്മ x സ്ക്വയർ f ഓഫ് x എഴുതി, x സ്ക്വയർ എന്നുള്ളതിന് x ഇൻറ്റു x മൈനസ് 1 അല്ല, x സ്ക്വയർ എന്നുള്ളതിന് ഇങ്ങനെ എഴുതി, x സ്ക്വയർ മൈനസ് x പ്ലസ് x എന്ന് എഴുതി. കാരണം മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് x സ്ക്വയർ തന്നെയാണല്ലോ. ഇതിൽ നിന്ന് x പുറത്തേക്ക് എടുത്ത്, അപ്പൊ x ഇൻറ്റു x മൈനസ് 1 പ്ലസ് x. അപ്പൊ x സ്ക്വയർ എന്നുള്ളതിനെ എപ്പോഴും നമ്മൾ x ഇൻറ്റു x മൈനസ് 1 പ്ലസ് x എന്ന് എഴുതാൻ പറ്റും.
എല്ലാ ക്വസ്റ്റിലും ഞാൻ അങ്ങനെ എഴുതി കാണും. അപ്പൊ എക്സ് സ്ക്വയർ എന്നുള്ളതിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് എക്സ് എന്ന് എഴുതി എഫ് ഓഫ് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ഇതിനെന്ത് ചെയ്ത് 2 ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഒന്നാമത്തെ ടേമിനെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇതും അതുപോലെ എക്സ് ഇൻറ്റു ഇതും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അടുത്തത് സിഗ്മ എക്സ് ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതി. നമുക്കറിയാം ഇത്രയും ഭാഗം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് എൻ പി ആണ്. ഇതിനെ മാത്രം സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള ടൈമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്ത് എൻ മൈനസ് 1 എൻ ഫാക്ടോറിയൽ എന്നുള്ളത് ഇത് എൻ ഫാക്ടോറിയൽ ആണ്. ഇതിനെ നമ്മൾ പിന്നെ എൻ സി എക്സ് പെർ എക്സ് ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്ത് 1 2 3 എക്സെട്ര എക്സ് മൈനസ് 2 എക്സ് മൈനസ് 1 എക്സ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതിൽ എക്സും എക്സ് മൈനസ് 1ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ ഇതിൽ എക്സ് മൈനസ് 2 ഫാക്ടോറിയലായി മാറി ഇവിടെ നടത്തും. അപ്പൊ ഇത് എക്സ് മൈനസ് 2 ആയതുകൊണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് മൈനസ് 2 എൻ മൈനസ് 2 എന്നുള്ള ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഇവിടൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് അപ്പൊ എൻ ഫാക്ടോറിയൽ എന്നുള്ളതിനെ എൻ മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്നായി മാറി. ഇതിന് എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പൊ ഇതൊക്കെ അതേപോലെ തന്നെ എഴുതാൻ പറ്റും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇതിന് എൻ മൈനസ് 2 ഫാക്ടോറിയൽ എക്സ് മൈനസ് 2 എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് ഓഫ് എക്സ് മൈനസ് 2. ഈ മൈനസ് ഓഫ് മൈനസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഈ മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇത് എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ തന്നെയാണ് ഫലത്തിൽ ഉണ്ടാവുക. ഇനി ഇവിടെ മൈനസ് 2 എക്സ് മൈനസ് 2 ഇവിടെ മൈനസ് 2 ആയതുകൊണ്ട് ഇവിടെ ഒക്കെ മൈനസ് 2 അതേപോലെ ആക്കണം. അതിന് വേണ്ടി 2 പി സ്ക്വയർ പുറത്തേക്ക് എടുത്ത് അപ്പൊ പി സ്ക്വയറും പ്ലസ് 2 മൈനസ് 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയാൽ പി റേസ് ടു എക്സ് തന്നെ കിട്ടും അല്ലേ. അപ്പൊ പി സ്ക്വയർ ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 2 ഇവിടെ അങ്ങനെ തന്നെ എഴുതി. ക്യൂ റേസ് ടു എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 എന്ന് എഴുതി. ഇതിൽ ബാക്കി പ്ലസ് എൻ പി, രണ്ടാമത്തെ ഈ ടേം മൊത്തം എൻ പി ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ഇത് എൻ പി ആണുള്ളത്. ആ എൻ പി ഇവിടെ എഴുതി. ഇനി ഞാൻ സൗകര്യത്തിന് വേണ്ടി വീണ്ടും എൻ ഫാക്ടോറിയൽ എന്നുള്ളതിനല്ലേ 1 2 3 എക്സെട്ര എൻ മൈനസ് 2 എൻ മൈനസ് 1 എൻ ബൈ എൻ. അപ്പൊ ഇത്രയും ഭാഗം എൻ മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഇത്രയും ഭാഗം അതാണ് ഈ എൻ മൈനസ് 2 ഫാക്ടോറിയൽ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1. അപ്പൊ എൻ ഇൻറ്റു എൻ മൈനസ് 1 ആദ്യം എഴുതി. ഇത്രയും ഭാഗം എൻ മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഇനി എൻ മൈനസ് എക്സ് എന്നുള്ളത് എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 എന്ന് എഴുതാൻ കാരണം എൻ മൈനസ് 2 ഈ മൈനസ് 2 പ്ലസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ മൈനസ് എക്സ് തന്നെയാണ്. അപ്പൊ ഇതിന് എല്ലാ സമയത്തും ഇങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ മൈനസ് 2 ആണ്, ഇവിടെ മൈനസ് 2 എഴുതണം. ഇവിടെ മൈനസ് 1 ആണ്, ഇവിടെ മൈനസ് 1 എന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഇനി കോമൺ ഫാക്ടർ ആയിട്ടുള്ള പി സ്ക്വയർ, അപ്പൊ ഞാൻ ആ പി സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ ബാക്കി വരുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ആണ്. അപ്പൊ എൻ ഇൻറ്റു എൻ മൈനസ് 1 പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി 2 മുതലേ വരൂ. അപ്പൊ സിഗ്മ 2 ടു എൻ. ഇതിൽ ബാക്കി വരുന്നത് എൻ മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഇത് എൻ മൈനസ് 2 മൈനസ് എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ ആണ്. ഇതിൽ പി സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി പി റേസ് ടു എക്സ് മൈനസ് 2. ഇതിൽ ഇത് അങ്ങനെ തന്നെ എഴുതി. ഈ എൻ പി അങ്ങനെ തന്നെ എഴുതി. ഇനി കണ്ടിന്യൂസ് ആണ് ബാക്കി തരുന്നത്. ഇതിൽ നിന്ന് ഇതിനെ നമുക്ക് നേരത്തെ ഫോർമുലയിൽ പറഞ്ഞതുപോലെ ഈ സിഗ്മ ഇതെന്ന് പറഞ്ഞാൽ പി പ്ലസ് ക്യൂ ഓൾ റേസ് ടു എൻ മൈനസ് 2 ആണ് നേരത്തെ പറഞ്ഞത്, ഡിഫൈൻ ചെയ്ത്. അതേപോലെ തന്നെയാണ് ഇവിടെ വരിക. അതിന് എൻ മൈനസ് 1 ആയിരുന്നു, ഇപ്പൊ ഇത് എൻ മൈനസ് 2 ആണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ 1 ആണ്. ബാക്കി ഇവിടെ വരുന്നത് പ്ലസ് എൻ പി. ആ പ്ലസ് എൻ പി അങ്ങനെ തന്നെ എഴുതി. അപ്പൊ എൻ ഇൻറ്റു എൻ മൈനസ് പി ഹോൾ സ്ക്വയർ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ. ഇത് 1 ആയതുകൊണ്ട് ഇത് 1 ഇവിടെ വരും. 1 എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി എൻ പി. അപ്പൊ ഇതിങ്ങനെ വരും എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് എൻ പി. അപ്പൊ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ് പി കിട്ടിയിട്ടുള്ളത്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ഇ ഓഫ് എക്സ് പറഞ്ഞാൽ എൻ പി ആണ്. ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എൻ സ്ക്വയർ പി സ്ക്വയർ. എൻ സ്ക്വയർ ഇത് എൻ സ്ക്വയർ പി സ്ക്വയർ. ഇനി ഇതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എൻ ഇൻറ്റു എൻ പറഞ്ഞാൽ എൻ സ്ക്വയർ പി സ്ക്വയർ എന്ന് വരും. ഇത് എൻ ഇൻറ്റു 1 പറഞ്ഞാൽ എൻ പി സ്ക്വയർ എന്ന് വരും. ഇത് പ്ലസ് എൻ പി എൻ സ്ക്വയർ പി സ്ക്വയർ. അപ്പൊ എൻ സ്ക്വയർ പി സ്ക്വയർ ക്യാൻസൽ ചെയ്ത് അപ്പൊ ഇതിൽ എൻ പി പോസിറ്റീവ് ടൈം ഞാൻ ആദ്യം എഴുതി. മൈനസ് എൻ പി സ്ക്വയർ എന്ന് ഇവിടെ എഴുതി. ഇതിൽ രണ്ടിലും എൻ പി കോമൺ ഫാക്ടർ ആണ്. അപ്പൊ എൻ പി ഇൻറ്റു 1 മൈനസ് പി. പി പ്ലസ് ക്യൂ 1 ആയതുകൊണ്ട് ക്യൂ 1 മൈനസ് ക്യൂ ആണ്. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ എന്ന് വരും. ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം അതിന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ എൻ പിയും വേരിയൻസ് പറഞ്ഞാൽ എൻ പി ക്യൂയും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പാർട്ട് 1. ഇനി ബാക്കി ഞാൻ അടുത്ത പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.